ഹലോ ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒരു പാളിപ്പോയ പലഹാരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ വീട്ടിലല്ല ഞങ്ങളെ വീട്ടിലും ഡ്രാഗൺ ചെടി നട്ടിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാത്തൂൻ്റെ നമ്മുടെ വീട്ടിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ഇതുപോലെ കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കായും അതുപോലെ വലിപ്പമുള്ള കായും ഒക്കെ ആയിട്ട് ആദ്യം പിടിച്ചതും. അപ്പോൾ ആദ്യം പിടിച്ചത് നന്നായിട്ട് പരിവായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പൂവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ ചെടിയായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 വർഷമായിട്ടോ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട്. അതിന് ശേഷം ആണ് നമ്മൾ വീട്ടിലിപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുള്ളത്. അതിലാദ്യം പിടിച്ചൊരു കാതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ? നിങ്ങൾക്കൊക്കെ അതുപോലെ സന്തോഷമാവുമോ? കാര്യം നമ്മുടെ വീട്ടിൽ നമ്മളിത് വാങ്ങി അല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഇത് കാണുമ്പോൾ പ്രത്യേകമായൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കായകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, പല സൈഡിലായിട്ട് ഇതുപോലെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നിറച്ചായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഷൂട്ടാക്കിയതാണ്. ഇപ്പോൾ നിറയെ കാ പിടിച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷമായിട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു ഇതിൽ കാ പിടിക്കുന്നത്. വേറെ ഒരു തണ്ടിൽ ഇതിന് മുന്നേ പിടിച്ചിട്ടുണ്ട്. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഏതാണ്ട് ഉമ്മ നമ്മൾ വീട്ടിൽ നെയ്യ് നമ്മുടെ പാലിൽ നിന്ന് പാട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഒരു 10-15 ദിവസത്തെ കുറച്ച് പാട എടുത്ത് ഒന്ന് നമ്മുടെ നെയ്യാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ആ ടൈമിൽ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ അഗസ്തിപ്പൂ ഇല്ലേ, ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അഗസ്തിപ്പൂ എന്നാണ് പറയൽ. നിങ്ങൾക്ക് എന്താ ഇത് എന്ന് അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മെഴുക്ക് വരട്ടിയും അതുപോലെ നമ്മുടെ കിളിമീൻ, ചെങ്കലവ എന്നൊക്കെയാണ് പറയുന്നത്, ചുവന്ന കളർ മീനില്ലേ, അപ്പോൾ അത് വെള്ളത്തിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതെടുത്ത് ഐസ് പോകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല കട്ട പാൽ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ഏലക്ക ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ആ ഒരു സമയത്ത് ഉമ്മ നമ്മുടെ നെയ്യൊക്കെ തണുത്ത് ഒരു കുപ്പിയിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് കുറച്ച് തണുത്തപ്പോൾ അതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നല്ല കുറച്ചാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 12-1 മണി ആകുന്ന ആ ടൈമിൽ നല്ല മഴയാണ് കേട്ടോ. എല്ലായിടത്തും നല്ല ചൂടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദാണ്ട് ചൂടിന് വിരാമമായിട്ട് 2 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളവിടെയൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും മഴയൊക്കെ ആയി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. കാര്യം നല്ല ചൂടായിരുന്നില്ലേ, ആ ഒരു കാലാവസ്ഥയൊക്കെ മാറിയിട്ട് നല്ല തണുപ്പായി വന്നിട്ടുണ്ട്. നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മുത്താറി അപ്പം ഇല്ലേ, അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊന്നും ഇല്ലാണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പമാണ് കേട്ടോ. നമ്മളെ മുത്താറിപ്പൊടിയും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടിച്ച് വെച്ചിട്ട് അത് ഒന്ന് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കി പാളിപ്പോയ റെസിപ്പിയാണ് കേട്ടോ. ഏകദേശം എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നമ്മൾ അവസാനം പാളിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും അത് പറയാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. നമ്മുടെ മലബാർ സ്പെഷ്യൽ ഓട്ടടയാണ്. അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, 250 ml കപ്പിന് 1 കപ്പ് മൈദ, 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് അളവിൽ നോർമൽ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും ഓക്കെ ആയിരുന്നു കേട്ടോ. അടിച്ചെടുത്ത ശേഷം ഞാനൊരു വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഓട്ടട റെഡിയായി വന്നില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ അകത്ത് ഫില്ലിങ്ങുള്ള ഓട്ടട അല്ല കേട്ടോ. ഇത് വേറൊരു ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പത്തിരി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ മലബാർ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതാണ്ട് ഈ മാവ് ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരെ നമ്മൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ചട്ടി ചൂടാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യൽ.
അപ്പോൾ ഉണ്ടാക്കുന്നതിൽ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ചട്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓട്ടച്ചട്ടിയില്ലേ, ഒരട്ടിച്ചട്ടി എന്നൊക്കെ പറയുന്ന മറ്റേ നമ്മുടെ മൺചട്ടിയുടെ മണ്ണിലുള്ള ആ ഒരു ചട്ടിയാണ് എടുക്കുന്നത്. ആ ഒരു കാര്യം ഒഴിച്ചാൽ പിന്നെ എന്താ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. ഞാൻ പാളിപ്പോയി എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മുടെ ഓട്ടപ്പത്തിരി സാധാരണ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇതൊഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഹോൾസ് വരും. അതിനുശേഷം നല്ല ഫുൾ അതിലിങ്ങനെ ഹോൾസായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ എൻ്റെ അത് വന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.